ഗലാക്ടസിൻ്റെ പുതിയ 2 കോൺസെപ്റ്റ് ആർട്ടുകൾ വന്നിട്ടുണ്ട്. ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന സിനിമയിൽ വില്ലൻ റോളിലാണ് മാർവൽ ഗലാക്ടസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മാർവലിൻ്റെ ഐസ് ഓഫ് വാക്കണ്ട എന്ന ആനിമേഷൻ സീരീസ് ഓഗസ്റ്റ് 1 സ്ട്രീമിംഗ് തുടങ്ങുകയാണ്. ഈ ഒരു സീരീസിൻ്റെ ട്രെയിലർ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ ഒരു സീരീസിലെ അയൺ ഫിസ്റ്റിൻ്റെ ലുക്കാണിത്. ഈ ഒരു സീരീസിലെ ബ്ലാക്ക് പന്തറിൻ്റെ ലുക്ക് ഇതാണ്. മിഡ് നൈറ്റ് സൺസ് എന്ന സിനിമയിൽ ഗോസ്റ്റ് റൈഡർ ക്യാരക്ടർ അപ്പിയർ ആവുമെന്നും ന്യൂസ് വരുന്നുണ്ട്. മാർവലിൻ്റെ എക്സ്മെൻ മൂവി വരാൻ പോകുന്നു. ഒരുപാട് യങ് ടാലൻറ്റ്സ് ഈ ഒരു സിനിമയിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ എന്ന സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത വർഷമാണ് സിനിമയുടെ റിലീസ്. ലാൻഡേൺസ് സീരീസിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് വേണ്ടി പോൾ ബെൻ വിക്ടർ അദ്ദേഹത്തിൻ്റെ ബോഡി സ്കാൻ ചെയ്തിട്ടുണ്ട്. DC യൂണിവേഴ്സിലെ ബാറ്റ്മാൻ റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ ആയിരിക്കില്ലെന്ന് ജെയിംസ് ഗണ്ണ് ഇപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ക്രീച്ചർ കമാൻഡോസ് ആനിമേഷൻ സീരീസിൽ DC യൂണിവേഴ്സിലെ ബാറ്റ്മാനെ കാണിച്ചിട്ടുണ്ട്. ബൾക്കായിട്ടുള്ള ഒരു ബോഡിയുള്ള ബാറ്റ്മാനെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരിക്കാം DC യൂണിവേഴ്സിലെ ബാറ്റ്മാനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിലവിൽ $516 മില്യൺ സൂപ്പർമാൻ സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത്. $225 മില്യൺ സിനിമയുടെ ബജറ്റ്. അങ്ങനെ ഇന്ത്യയിൽ നിന്നും ഒരു ആനിമേഷൻ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറുന്നു. ഓംബാല ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത മഹാവതാർ നരസിംഹ എന്ന സിനിമയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയിരിക്കുന്നത്. ഏകദേശം 5 ദിവസം കൊണ്ട് ഈ ഒരു സിനിമ 30-35 കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഓംബാല ഫിലിംസിൻ്റെ മഹാവതാർ യൂണിവേഴ്സിൽ വരുന്ന ഇനി അടുത്ത ചിത്രം മഹാവതാർ പരശുരാമാണ്.